ഡീപ് സ്റ്റേറ്റ് എന്ന് പറഞ്ഞ ഇത് ലോകം ഭരിക്കുക. അതിന് തകർത്താൽ മാത്രം ഭാരതത്തിന് ഉയരാൻ പറ്റും. നമ്മുടെ അഗ്നിയാഗം നടത്തുന്നതോടുകൂടി ഭാരതം ഒരു ഡീപ് സ്റ്റേറ്റ് ആയിട്ട് മാറും. അതായത് ലോകത്ത് ആര് ഭരിക്കണം, എന്ത് പോളിസി എടുക്കുന്നു ഭാരതം തീരുമാനിക്കുന്ന ലെവലിലേക്ക് ഇത് മാറും. പുതിയ പാർലമെന്റിൽ മോദിജി ചോളന്മാരുടെ ചെങ്കോല് കൊണ്ട് പ്രതിഷ്ഠിച്ചു. തമിഴ് മന്ത്രം ചൊല്ലിയിട്ട് കാശിയിലോ ഹരിദ്വാറിലോ എത്ര അധികം സന്യാസി മഠങ്ങൾ ഉണ്ടായിട്ടും തമിഴ്നാട്ടിൽ നിന്ന് തമിഴ് മന്ത്രം ചൊല്ലിയിട്ടാണ് അത് പ്രതിഷ്ഠിച്ചത്. പലരും പറയും മോദിജി തമിഴ്നാട്ടിൽ വരുന്നത് രാഷ്ട്രീയമായി തമിഴ്നാട്ടിൽ ഒരു അടിത്തറ ഉണ്ടാക്കണം. പക്ഷെ ഞാൻ മനസ്സിലാക്കുന്നത് അത് മാത്രമല്ല, അദ്ദേഹം ഒരു സ്പിരിച്വൽ പവർ എടുക്കാൻ വേണ്ടിയിട്ടാണ് അദ്ദേഹം തമിഴ്നാട്ടിനെ കണക്ട് ചെയ്ത് എപ്പോഴും. പഴനിയിലെ പ്രതിഷ്ഠ എടുത്ത് നോക്കുമ്പോൾ നവപാഷാണങ്ങളാൽ പ്രതിഷ്ഠിക്കപ്പെട്ട മുരുക ഭഗവാൻ എന്തുകൊണ്ടായിരിക്കാം അത്തരത്തിലുള്ള ഒരു കൂട്ട് ഒരു വിഗ്രഹം ഉണ്ടാക്കുന്നതിന് തിരഞ്ഞെടുത്തിട്ടുണ്ടാവുക? ഡോളറിനെ തൊടാൻ പാടില്ല, അവര് പോളിസികളെ മാറ്റിമറിക്കാൻ പാടില്ല. ഇത് രണ്ടും നമ്മളിപ്പോൾ ചെയ്തു തുടങ്ങി. അന്ന് തൊട്ട് മോദിജി അവരുടെ റഡാറിൽ വിട്ടു. 1 മുരുകസേനയ്ക്ക് വേണ്ടി നടക്കണം, 2 സുഭാഷ് ചന്ദ്രബോസിന് വേണ്ടി നടക്കണം, 3 ചാണക്യന് വേണ്ടി നടക്കണം. ഇത് മാർച്ചിൽ നമ്മൾ ഡിക്ലെയർ ചെയ്യുക. മെയ് 1 നമ്മൾ യാഗം നടത്താനായിട്ട് തലേ ദിവസമാണ് നമ്മുടെ മോദിജി 3 സേനയ്ക്ക് പാകിസ്ഥാനെ അടിക്കാൻ വേണ്ടിയിട്ടുള്ള ഓർഡർ ഒപ്പിടുന്നത്. 2021 നമ്മളൊരു യാഗം ചെയ്തു, സ്കന്ദഭാരത മഹായാഗം. അത് ശങ്കരാചാര്യർ പോയി സഞ്ചരിച്ച എല്ലാ മഠങ്ങളിലും പോയി വെള്ളം എടുത്ത് കൊണ്ടുവന്നിട്ടാണ് ചെയ്തത്. ഈ ശങ്കരാചാര്യരുടെ ഒരു ചരിത്രം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ആദ്യ ശങ്കരാചാര്യർ ബഹുമാനപ്പെട്ട അദ്ദേഹം വലിയൊരു ആചാര്യനായ അദ്ദേഹം വരുമ്പോൾ ഹിന്ദുമതം ഭാരതത്തിൽ തകർന്നു കിടക്കുക. അദ്ദേഹം വന്ന ശേഷമാണ് ഇത് ഉയർന്നത്, ക്ലിയർ. പക്ഷെ അദ്ദേഹത്തിന് അറിയായിരുന്നു അദ്ദേഹത്തിന് കാലശേഷം വിദേശ ശക്തികളെ ഇന്ത്യനെ ആക്രമിക്കും, ഇതെല്ലാം തകർന്നു. അപ്പൊ അതിന് പകരം അദ്ദേഹം എന്താ ചെയ്തൊരു ഒരു പരിഹാരം വെച്ചു. ഇന്ത്യയുടെ 4 മൂലയിൽ 4 മഠം വെച്ചു. നമ്മുടെ ശൃംഗേരി, പുരി, ജോഷിമഠ്, ഇപ്പോഴത്തെ ദ്വാരക. ഇതൊരു എനർജി ബെൽറ്റാ. ഈ എനർജി ബെൽറ്റിനുള്ള ഹിന്ദു മതത്തിനൊന്നും സംഭവിക്കരുത് എന്ന് വെച്ചിട്ട് ആ എനർജി ബെൽറ്റ് വെച്ചിട്ടാ പോയത്. ഇപ്പൊ നോക്കിയറിയാം, അതിന് എത്ര അധികം ആൾക്കാർ പുറത്തുനിന്ന് വന്ന് ഭരിച്ചിട്ടും തകർക്കാൻ നോക്കിയിട്ടും ഇത് തകർന്നില്ല. ഇതിന് പുറത്തുള്ളതോ ഒക്കെ തകർന്നു പോയി. അപ്പൊ ആ ഒരു ബെൽറ്റ് വെച്ച്, അപ്പൊ ആ ശങ്കരാചാര്യ അവിടെ കൊണ്ട് എടുത്ത് വെച്ച് ഉജ്ജയിനിൽ പൂജിച്ച് നമ്മൾ പഴനിയിലാണ് യാഗം നടത്തി. ഉജ്ജയിൻ എന്തുകൊണ്ടാ വെച്ചാൽ വിക്രമാദിത്യ മഹാരാജാവ് ഭരിച്ചിരുന്ന സ്ഥലമാണ്. ആ സമയത്താണ് ഭാരതം ടോപ്പ് ലെവലിൽ ഇരിക്കുന്നത്. ആ സമയത്ത് തിരിച്ചു ഭാരതം അതേപോലെ പവർഫുൾ ആവണം. അപ്പൊ ഭൂമിക്കടിയിൽ നിന്ന് നിധികൾ കിട്ടിയിട്ട് വേണം അത്ര ലെവലിലേക്ക്. കാരണം ഇപ്പോൾ ഓയിൽ കിട്ടിയ കാരണമാണ് ഗൾഫ് രാജ്യങ്ങൾ ഇത്രയും പവർഫുൾ ആയത് സാമ്പത്തികമായിട്ട്. അതേപോലെ കിട്ടണം എന്നുള്ളതായിരുന്നു. അതിനുശേഷമുള്ള വാർത്തകൾ നോക്കുക, എന്തോരം കൊബാൾട്ടിന്റെ നിക്ഷേപം, ലിഥിയത്തിന്റെ നിക്ഷേപം, ആൻഡമാനിലെ എണ്ണ നിക്ഷേപം, സ്വർണം ഇപ്പൊ രാജസ്ഥാനിൽ 2 ആഴ്ച മുമ്പ് ഇനിയും കിട്ടും. ഇനി ഇത്ര വാർത്തകൾ. റെയർ എർത്ത് എന്ന് പറഞ്ഞിട്ട് ചൈനക്കാർ ഇപ്പൊ കയ്യിൽ വെച്ചിരിക്കുന്ന വലിയൊരു സംഭവമുണ്ട്. അത് വെച്ചിട്ടാണ് അമേരിക്കനെ വരെ അവര് കടിച്ചത്. അത്തരം സംഭവങ്ങൾ ഭാരതത്തിൽ നിന്ന് കിട്ടും. റെയർ എർത്ത് അത്ര അങ്ങനെ ഒരുപാട് സാധനങ്ങൾ കിട്ടി ഭാരതം അതിന്റെ ടോപ്പിക്. അതാണ് നമ്മുടെ 2. അടുത്തതാണ് വീണ്ടും നമ്മൾ കണക്ട് ചെയ്യണത് മോദിജി ആയിട്ട്. 2022 നമ്മളൊരു യാഗം നടത്തുന്നത് ചെന്നൈയിൽ. ആ യാഗത്തിന്റെ പേര് തന്നെ ചെന്തമിഴ് മുരുക വീര ചോഴ പെരുവേൽവി എന്നാണ്. പെരുവേൽവി എന്ന് പറഞ്ഞ യാഗം. അപ്പൊ ഈ യാഗത്തിന്റെ ഉദ്ദേശം തന്നെ ചോളന്മാരുടെ സാമ്രാജ്യം. ചോളന്മാരെന്ന് പറഞ്ഞാൽ ഇന്ത്യ ഏറ്റവും കൂടുതൽ കാലം ഭരിച്ച, പക്ഷെ നമ്മൾ പഠിച്ചിട്ടില്ല അവരെ കുറിച്ച്. നമ്മുടെ പാഠപുസ്തകങ്ങളിൽ ഇല്ല. ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ കാലം ഭരിച്ചവരെ കുറിച്ച് നമ്മൾ പഠിക്കണം, നമ്മൾ മറച്ചു വെച്ചു. അവരുടെ കാര്യം ലോകം മുഴുവൻ പരക്കണം, ആ ശക്തി ഭാരതത്തിന് ശക്തി വരണം എന്നുള്ളത്. ഇതിൽ വേറെ രസം പലപ്പോഴും പലരും പറഞ്ഞിട്ടുണ്ട്, ഭാരതത്തിന് വേറെ രാജ്യങ്ങളെ ആക്രമിക്കാതിരുന്നത്. കടൽ കടന്നു പോയി കഴിഞ്ഞാൽ പോവാൻ പാടില്ല എന്ന് നമ്മുടെ നിയമമുള്ളത് കൊണ്ടാണ്. ഇവര് എത്ര വട്ടം കടൽ കടന്നു പോയിട്ട് രാജ്യങ്ങളെ ആക്രമിച്ചു ഇവര് മറച്ചു വെക്കുക. ഇവര് അത്രയും വട്ടം പോയിട്ട്. അപ്പൊ ഇത്ര ചില കാര്യങ്ങള്. അപ്പൊ ആ പവർ തിരിച്ചു വരണം എന്ന് വെച്ചിട്ടാണ് നമ്മൾ ചെയ്യണത്. ചെന്നൈയിൽ വെച്ച് യാഗം നടത്തുക. 6 മാസം കഴിഞ്ഞപ്പോൾ പുതിയ പാർലമെന്റില് മോദിജി ചോളന്മാരുടെ ചെങ്കോല് കൊണ്ട് പ്രതിഷ്ഠിച്ചു. അത് ഞാൻ വീണ്ടും പറഞ്ഞു, എപ്പോഴാണ് പുതിയ യുഗത്തിലാണ് പുതിയ പാർലമെന്റ് അദ്ദേഹം ചേർന്ന്. ഉള്ളിൽ മയൂരത്തെയും 888 സീറ്റ് പുതിയ പാർലമെന്റിന്റെ തുടക്കത്തില് തമിഴ് മന്ത്രം ചൊല്ലിയിട്ട്. കാരണം കാശിയിലോ ഹരിദ്വാറിലോ എത്ര അധികം സന്യാസി മഠങ്ങൾ ഉണ്ടായിട്ടും തമിഴ്നാട്ടിൽ നിന്ന് തമിഴ് മന്ത്രം ചൊല്ലിയിട്ടാണ് അത് പ്രതിഷ്ഠിച്ചത്. അപ്പൊ മോദിജി കണക്ട് ചെയ്തിട്ട് തന്നെയാണ് ഇതെല്ലാം ചെയ്തുകൊണ്ടിരിക്കുന്നത്. അത് കഴിഞ്ഞിട്ടാണ് നേരത്തെ നമ്മളോട് ചോദിച്ച ഇന്ത്യ ചൈന വരണം. അത് 2023 നടക്കുന്ന യാത്ര. നമ്മൾ പഴനിക്കൊരു പ്രത്യേകത വെച്ചാൽ ഭോഗനാഥർ സിദ്ധർ വെച്ച വിഗ്രഹമാണ്.
ആ പഴനിയിൽ നമ്മൾ പഴനിമല കാണാം, അപ്പുറത്ത് ഇടുമ്പർമല കാണാം. ഇത് ശരിക്കും ശിവഗിരി ശക്തിഗിരിയാണ്. ഇതിന്റെ ഉള്ളിൽ അത് ശിവനും ശക്തി, അതിന്റെ ഉള്ളിൽ ഒരു ന്യൂട്രൽ പോയിന്റ് ഉണ്ട്. നമ്മൾ ഇലക്ട്രോൺ പ്രോട്ടോൺ ന്യൂട്രോൺ ഉള്ള പോലെ മറ്റേ പോസിറ്റീവ് നെഗറ്റീവ് ന്യൂട്രൽ ഇലക്ട്രിസിറ്റി വർക്ക് ചെയ്യണ പോലെ ഒരു എനർജി വർക്ക് ചെയ്യുമ്പോൾ ഒരു ന്യൂട്രൽ പോയിന്റ് വേണം. പഴനിയിൽ അവിടെ ഒരു ശിഖണ്ഡിപ്പാറ എന്ന് പറഞ്ഞ പാറയുണ്ട്. ഇതിന്ന് ഈ മൂന്ന് മലകളിൽ നിന്ന് വരുന്ന ഒരു എനർജി ഫീൽഡാണ്. അതുകൊണ്ടാണ് ഗോവർദ്ധന ആ മല തെരഞ്ഞെടുക്കാൻ കാരണം. അപ്പോൾ അതൊരു യിങ് തത്ത. ആ തത്വം കാരണം ഗോവർദ്ധന ഒരുപാട് ചൈനയിലേക്ക് പോയിട്ടുള്ള സഞ്ചരിച്ചത്. അപ്പൊ ആ തത്വത്തിന്റെ ഒരു ഇതിലാണ് ഇവിടെ പണിതിരിക്കുന്നത്. ഈ ശിഖണ്ഡിപ്പാറയിൽ നിന്ന് നേരെ വരച്ചാൽ ഒരു ഗുഹയിലെത്തും. ആ നേരെ ഒരു വര വരച്ചാൽ മതി, നേരെ പഴനിമലയ്ക്ക്. അവിടെ ഗോവർദ്ധന ഗുഹയുടെ ഉള്ളിലാണ്, സമാധി ഗുഹയത്. ആ ഗുഹയിലാണ് രണ്ടാമത്തെ വിഗ്രഹം വെച്ചിരിക്കുന്നത്. ആ വിഗ്രഹം തെറ്റിയിട്ടാണ് ആദ്യത്തെ യാത്ര ചെയ്തത്. ആ വിഗ്രഹം തെറ്റിട്ട് ആദ്യത്തെ യാത്ര തുടങ്ങുന്നത്. അപ്പൊ ആ യിങ് തത്വം വെച്ചിട്ട് നമ്മളൊരു യാഗം നടത്താൻ ഭഗവാന്റെ ഡയറക്ഷൻ വന്നു. എന്തുകൊണ്ടാന്ന് വെച്ചാൽ ഇന്ത്യയും ചൈനയും തമ്മിൽ ഒരു സമയത്ത് സ്പിരിച്വലായിട്ട് കൊടുക്കൽ വാങ്ങലുണ്ടായിരുന്നു. ഇപ്പൊ ഗോവർദ്ധന സിദ്ധർ ഒരുപാട് വട്ടം അങ്ങോട്ട് സഞ്ചരിച്ചിട്ട് അദ്ദേഹം ഒരു മതം സ്ഥാപിച്ചു, താവോയിസം. ലാവോട്സു എന്ന് പറഞ്ഞ പേരിൽ, അദ്ദേഹത്തിന്റെ ചൈനീസ് പേരിൽ. അദ്ദേഹത്തിന് ഗുരു കാലങ്ങിനാഥ സിദ്ധർ ചൈനയിൽ സമാധിയുണ്ട്. ശിഷ്യൻ പുലിപ്പാണി സിദ്ധർ അവിടുന്ന് വന്ന ആളാണ്. പിന്നെ നമ്മുടെ ഒരുപാട് സിദ്ധന്മാർ അങ്ങോട്ടും, അവിടുന്ന് ഒരുപാട് സിദ്ധന്മാർ ഇങ്ങോട്ടും സഞ്ചരിച്ചിട്ട് കൊടുക്കൽ വാങ്ങുന്നുണ്ട്. കാലം കഴിഞ്ഞപ്പോൾ അതെല്ലാം അടഞ്ഞുപോയി കണക്ഷൻ കട്ടായി. ഇനി പുതിയ ലോകക്രമത്തിൽ ഒരു പുതിയ ലോകം വരണം, ലോകക്രമം വരണം. ഇന്ത്യ, ചൈന, റഷ്യ. പടിഞ്ഞാറിനെ തള്ളണം, ഏഷ്യൻ സൈഡ് ഉയരണം. അപ്പൊ ഇന്ത്യ ലോകത്ത് ടോപ്പ് ലെവൽ ആവണമെങ്കിൽ ഇത്ര ഒരു സഖ്യം വന്നേ പറ്റൂ. അപ്പൊ ആ സഖ്യം ഇത് ഓപ്പൺ ചെയ്താലേ അത് നടക്കുള്ളൂ. ആ ഓപ്പൺ ചെയ്യാൻ വേണ്ടിയിട്ടാണ് 2023 2 കൊല്ലം മുമ്പ് നമ്മൾ ഈ യാഗം നടത്തി. അപ്പൊ ആ യാഗം നടത്തുമ്പോൾ ഞാൻ സിംഗപ്പൂർ പോയിരുന്നു. താവോയിസ്റ്റ് ലീഡർമാരെ കണ്ടു. നിങ്ങളുടെ ഗുരു നമ്മുടെ ഗുരു ഒന്നാണ്, നിങ്ങൾ ഒരുപാട് കൊല്ലം മുമ്പ് കണക്ഷൻ ഉള്ള ആൾക്കാരാണ്, ഈ യാഗത്തിൽ നിങ്ങൾ വരണം. അവര് വന്നു, പങ്കെടുത്തു. സിംഗപ്പൂരിൽ നിന്ന് വന്നു. അത് കഴിഞ്ഞിട്ട് അവരുടെ പരിപാടിക്ക് വിളിച്ചു. ഞാൻ 2 വട്ടം പോയി, 2 കൊല്ലം അവരുടെ പരിപാടിക്ക് പോയി ഗസ്റ്റായിട്ട്. അവരുടെ പരിപാടിയിൽ മുരുകന്റെ പടം വെച്ച് പൂജിച്ചു തുടങ്ങി. അപ്പൊ അവരുടെ ഇടയിലേക്ക് ആ മുരുകന്റെ ആ ഒരു ഇത് വന്നു. എന്നിട്ടാണ് നമ്മൾ യാഗം നടത്തിയത്. അപ്പൊ നമ്മുടെ യാഗത്തിന്റെ ലക്ഷ്യം തന്നെ ഇന്ത്യ, ചൈന, റഷ്യ, പുതിയ ലോകക്രമം. 2 കൊല്ലം മുമ്പ്, കഴിഞ്ഞ കൊല്ലം ഞാൻ ഗുരുവായൂർ വെച്ചിട്ട് പരിപാടിയിൽ ഞാൻ പറഞ്ഞു പുതിയ ലോകക്രമം സ്റ്റാർട്ടായി തുടങ്ങിയിട്ടുണ്ട്. ആഗസ്റ്റിലാണ് ആ പരിപാടി നടന്നത്. പടിഞ്ഞാറിനെ തള്ളി ഇന്ത്യ, ചൈന, റഷ്യ. ഈ ആഗസ്റ്റില് ലോകം മുഴുവൻ അത് സംസാരിച്ചു, ഇതേ വാക്കൊന്നും സംസാരിച്ചു. പടിഞ്ഞാറിനെ തള്ളി ഏഷ്യ ഉയർന്നു വരുന്നു, ഒരു ഏഷ്യൻ പുതിയ ഇത് വരുന്നു, ഇന്ത്യ, ചൈന, റഷ്യ, RIC എന്ന് പറഞ്ഞിട്ട് ഞാൻ എന്ത് വാക്ക് പറഞ്ഞു, അത് ലോക മീഡിയസിൽ അതേ വാചകം ആരംഭിക്കും. അത് ഭഗവാന്റെ തീരുമാനമാണ്, അത് നടന്നേ പറ്റൂ. കാരണം അവിടെയാണ് അടുത്തൊരു ഇമ്പോർട്ടന്റ് കാര്യം. ഡീപ് സ്റ്റേറ്റ് എന്ന് പറഞ്ഞ ലോകം ഭരിക്കണത്, അതിന് തകർത്താൽ മാത്രം ഭാരതത്തിന് ഉയരാൻ പറ്റുള്ളൂ. അപ്പൊ അതിൻ്റെ ഒരു ഭാഗമായിട്ട് ഇത് നടന്നു വന്നേ പറ്റൂ. അതുകൊണ്ടാണ് ആ ഭഗവാന്റെ തീരുമാനത്തിൽ ഇത്തരം സംഭവങ്ങളും നടക്കുന്നത്. അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ അടുത്ത യാഗത്തിലേക്ക് പോകുന്നത്. ആ യാഗത്തില് നമ്മൾ അഗ്നിയാഗമാണ്, ഇനി വരാൻ പോണുള്ളൂ. പക്ഷെ അതിനു മുമ്പ് അഗ്നിഹോമം നടത്തണം എന്ന് പറഞ്ഞു. കഴിഞ്ഞ മെയ് 1 അഗ്നിയാഗം ഇനി വരാൻ പോണത് അടുത്ത മെയ് 1. ഈ കഴിഞ്ഞ മെയ് 1 അഗ്നിയാഗം നടത്തുന്നത് ഡിക്ലെയർ ചെയ്യുന്നത് മാർച്ചിലാണ്. അടുത്ത മെയ്യിൽ നടക്കാൻ പോകുന്നത്. ഈ മാർച്ചിൽ ഡിക്ലെയർ ചെയ്യുമ്പോൾ ഭഗവാന്റെ ഡയറക്ഷൻ എന്തായെന്ന് വെച്ചാൽ ഈ അഗ്നിഹോമം പഴനിയിൽ നടത്താം. 3 പേർക്ക് വേണ്ടി നടത്തണം. 1 മുരുകസേനയ്ക്ക് വേണ്ടി നടത്തണം, 2 സുഭാഷ് ചന്ദ്രബോസിന് വേണ്ടി നടക്കണം, 3 ചാണക്യന് വേണ്ടി നടത്തണം. ഇത് മാർച്ചിൽ നമ്മൾ ഡിക്ലെയർ ചെയ്യുക. ആ ഡിക്ലെയർ ചെയ്യുന്ന സമയത്ത് പഹൽഗാം നടന്നിട്ടില്ല, പാകിസ്ഥാനില്ല, ഒന്നുമില്ല. പക്ഷെ അത് കഴിഞ്ഞിട്ട് മെയ് 1 നമ്മൾ യാഗം നടത്താൻ തലേ ദിവസമാണ് നമ്മുടെ മോദിജി ഇന്ത്യൻ പട്ടാളക്കാർക്ക് 3 സേനയ്ക്ക് പാകിസ്ഥാനെ അടിക്കാൻ വേണ്ടിയിട്ടുള്ള ഓർഡർ ഒപ്പിടുന്നത്. അതായത് നമ്മൾ മാർച്ചിൽ ഡിക്ലെയർ ചെയ്യുമ്പോൾ ഒന്നുമില്ല, പക്ഷെ മെയ് 1 യാഗം നടത്തണം, മുരുകസേനയ്ക്ക് വേണ്ടി യാഗം നടത്തണം എന്ന് പറയുമ്പോൾ ആ 1-ാം തീയതി തലേ ദിവസം സേനയ്ക്ക് ഓർഡർ കൊടുക്കുകയാണ് നമ്മുടെ ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രി അടിക്കാൻ വന്നു. അന്ന് ആ യാഗം നടത്തുമ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഭഗവാൻ അനുഗ്രഹത്തില്, ഇനി നടത്താൻ പോണ യുദ്ധം ഓപ്പറേഷൻ സിന്ദൂർ അത് നടന്നിട്ടില്ല. ആ സമയത്ത് തൊട്ട് മുമ്പാണ് യാഗം. മുരുകസേനയുടെ ശക്തി ഇന്ത്യൻ സേനയ്ക്ക് കിട്ടാൻ പോവാണ്, അതിന്റെ ശക്തി ലോകം അറിയാൻ പോവുകയാണെന്ന്. 4 ദിവസം കൊണ്ട് ഓപ്പറേഷൻ സിന്ദൂർ പാകിസ്ഥാനെ അടിച്ചു. അമേരിക്കയുടെ ആണവസേനത്തിൽ ബ്രഹ്മോസ് കൊണ്ടിട്ടു. ലോകം ഞെട്ടി. ഭാരതത്തിന്റെ കണക്കൂട്ടലും സേനയുടെ കൃത്യതയും കണ്ട്. അതേപോലെ വേറൊരു കാര്യം ഉണ്ടായി. നമുക്ക് ഭാരതത്തിന് ഒരുപാട് മഹാന്മാരുണ്ട്. അതിൽ 2 മഹാന്മാര്, ഒന്ന് മഹാത്മാഗാന്ധി, അദ്ദേഹത്തിന്റെ ഒരു രീതിയുണ്ട്, സംയമനത്തിന്റെ രീതി. വേറൊരു മഹാനാണ് സുഭാഷ് ചന്ദ്രബോസ്, അദ്ദേഹത്തിന്റെ അഗ്രസീവ്നെസ് ആണ്. നമ്മുടെ ഗാന്ധിജിയുടെ സംയമനത്തിൽ നിന്ന്
സുഭാഷ് ചന്ദ്രബോസിന്റെ അഗ്രസയിലേക്ക് രാജ്യം മാറി. അത് കഴിഞ്ഞ ഓപ്പറേഷൻ സിന്ദൂറിന് ശേഷം ഭാരതത്തിന്റെ രീതികൾ കണ്ടു കഴിഞ്ഞാൽ നമുക്കറിയാൻ പറ്റും. ഡോമിനന്റ് പവറായിട്ട് മാറി. അത് ഭാഷ മാറി. ചാണക്യ തന്ത്രങ്ങള് ഭയങ്കരമായിട്ട് വന്നു. അതായത് പാകിസ്ഥാനെ അടിക്കണമെങ്കിൽ താലിബാനായിട്ടും നമ്മൾ കൂട്ടുകൂടും. നമുക്ക് രാജ്യത്തിന്റെ ഇതാണ്. മറ്റേത് താലിബാനിലെ പെണ്ണുങ്ങളെ അകത്തിടണമെന്ന് നമ്മൾ അന്വേഷിക്കേണ്ട ആവശ്യമില്ല. നമുക്ക് പാകിസ്ഥാനെ അടിക്കാൻ അവരാണെങ്കിൽ അവരായിട്ട് കൂട്ടുകൂടും. ലോകം ഓപ്പറേഷൻ സിന്ദൂറിന് ശേഷം ഭാരതത്തിനെ കാണുന്ന രീതി മാറി. ആ സമയത്ത് ഞാൻ വേറൊരു കാര്യം കൂടി ഭഗവാന്റെ ഡയറക്ഷനിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അവൻ പറഞ്ഞത് ഈ അടുത്ത മെയ് ഫസ്റ്റ് വരെ ഭാരത് ഒരുപാട് പ്രശ്നങ്ങൾ അഭിമുഖീകരിക്കാൻ പോകുന്നുണ്ട്. കാരണം ഡീപ് സ്റ്റേറ്റ് എന്നുള്ള ഒരു സംഭവം, ഈ ഡീപ് സ്റ്റേറ്റ് എന്ന് പറയുന്നത് അമേരിക്കയുടെ കീഴിൽ നിന്ന് 100 വർഷമായിട്ട് ലോകം മുഴുവൻ പടർന്ന് പന്തലിച്ച ഒരു വലിയൊരു സംഭവമാണ്. അവരാണ് ലോകത്തെ കാര്യങ്ങളൊക്കെ എല്ലാ രാജ്യങ്ങളിലും നിയന്ത്രിക്കുന്നത്. ഒരു 90% ഫ്രീ ഓരോ രാജ്യത്തിനും കൊടുക്കും, 10% അവരുടെ കയ്യിൽ വെക്കും. ഒരു മന്ത്രിസഭ ഉണ്ടെങ്കിൽ ഒരു 2 മന്ത്രിമാർ അവരുടെ ഉണ്ടാവും, അവരുടെ പോളിസികൾ നടപ്പാം. ബാക്കിയൊക്കെ അവരെന്ത് വേണമെങ്കിൽ ചെയ്തൊന്നും വിട്ടുവരും. അത് എല്ലാ രാജ്യത്തും ഉണ്ടായിരുന്നു, ഇപ്പോഴും എല്ലാ രാജ്യത്തും ഉണ്ട്. രണ്ട് കാര്യങ്ങൾ ചെയ്യണവർ അവർക്ക് കുഴപ്പമൊന്നുമില്ല. ഡോളറിനെ തൊടാൻ പാടില്ല, അവരുടെ പോളിസികളെ മാറ്റിമറിക്കാൻ പാടില്ല. ഇത് രണ്ടും നമ്മളിപ്പോൾ ചെയ്തു തുടങ്ങി. അന്ന് തൊട്ട് മോദിജി അവരുടെ റഡാറിൽ വിട്ടു. ഭാരതത്തിനെ തകർക്കാൻ അവർ ശ്രമിക്കും. അപ്പൊ ഞാൻ 4 കാര്യങ്ങൾ നടക്കുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഒന്ന്, ഭാരതത്തിൽ സമ്പൽ വ്യവസ്ഥ തകർക്കാൻ വേണ്ടി വിദേശ ഫണ്ടുകൾ വരുന്നത് വെട്ടിക്കുറയ്ക്കാൻ നോക്കും. അന്ന് താരിഫ് റേറ്റ് വന്നിട്ടില്ല, അതിന് ശേഷമാണ് വന്നത്. 2, നമ്മുടെ അയൽ രാജ്യങ്ങളിൽ കലാപം ഉണ്ടാക്കും. അത് ഇങ്ങനെ ഭാരതത്തിൽ പടർത്താൻ നോക്കും. നേപ്പാളിലൊന്നും നടന്നിട്ടില്ല, അതിനുശേഷം നേപ്പാളിൽ നടന്നു, ലഡാക്കിൽ ശ്രമിച്ചു. നമ്മുടെ രാഷ്ട്ര നേതാക്കന്മാർക്ക് കാര്യങ്ങൾ ശ്രദ്ധിക്കണം. ഇപ്പൊ മോദിജിയുടെ കാര്യത്തിൽ അത്തരം സംഭവങ്ങൾ വരും. പക്ഷെ ഈ ഓരോ സംഭവങ്ങളിലും ഭഗവാൻ മുരുകന്റെ ഡയറക്ഷനിൽ അതെല്ലാം നിർവീര്യമാക്കി ചെയ്യും. അവർ ശ്രമിക്കും, മുരുകൻ ന്യൂട്രലൈസ് ചെയ്യും. ഈ 2 സാധനം നടന്നുകൊണ്ടിരിക്കുന്നു. അത് തുടർച്ചയായിട്ട് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. മുരുകൻ അവർ ശ്രമിക്കും. ഒരു ഭാഗത്ത് ഡീപ് സ്റ്റേറ്റ്, ഒരു ഭാഗത്ത് മുരുകൻ നമ്മളെ യുദ്ധമാണ് ഇപ്പൊ നടക്കുന്നത്. അതിൽ ശ്രമിച്ചുകൊണ്ടിരിക്കും, മുരുകൻ ന്യൂട്രലൈസ് ചെയ്യും. പക്ഷെ ഈ ജനുവരി തൊട്ട് ഇതിന് വ്യത്യാസം വന്നു തുടങ്ങും, അങ്ങോട്ട് അടി തുടങ്ങും. ഇപ്പൊ നമ്മൾ മോദിജിയുടെ കേട്ട പോലെ വേറെ രാജ്യങ്ങളിലെ രാഷ്ട്രതലവന്മാർക്ക് ഇത്ര സംഭവങ്ങൾ വരട്ടെ എന്നൊക്കെ കേട്ടു തുടങ്ങും, അങ്ങോട്ട് അടി തുടങ്ങും. അത് മെയ് 1 നമ്മുടെ അഗ്നിയാഗം നടത്തുന്നതോടുകൂടി ഭാരതം ഒരു ഡീപ് സ്റ്റേറ്റ് ആയിട്ട് മാറും. അതായത് ലോകത്ത് ആര് ഭരിക്കണം, എന്ത് പോളിസി എടുക്കുന്നു, ഭാരതം തീരുമാനിക്കുന്ന ലെവലിലേക്ക് ഇത് മാറും. അപ്പോൾ ഇതൊരു യാത്രയാണ്. ആ യാത്രയുടെ ഒരു സൈഡ് ആണ് നമ്മൾ നേരത്തെ പറഞ്ഞ മോദിജിയുടെ വരവ്, ഒരു സൈഡ് കൂടെ മുരുകന്റെ അനുഗ്രഹത്തിൽ നമ്മൾ ചെയ്യുന്ന ഡ്യൂട്ടികളും. ഇപ്പൊ നമ്മള് മോദിജിയെ കുറിച്ച് സംസാരിക്കുന്ന സമയത്ത് ഇപ്പൊ അങ്ങ് പറഞ്ഞ കാര്യങ്ങൾ, യാഗങ്ങൾ നടക്കുന്നതും അതിന് മറുവശത്ത് ഇത്തരം കാര്യങ്ങൾ ശരിക്കും സംഭവിക്കുന്നതും, ഇത് മോദിജി അറിയുന്നുണ്ടോ എന്നുള്ളതാണ്. മോദിജിക്ക് അതൊരു നിമിത്തമായി നടക്കുന്നതാണോ, അതോ അദ്ദേഹത്തിന് ഇതിനെക്കുറിച്ച് കൃത്യമായ അറിവുകൾ കൊണ്ട്? നമുക്കറിയാം അദ്ദേഹം ഒരുപാട് വിശാലമായി ചിന്തിക്കുന്ന, ഒരുപാട് ഫ്യൂച്ചറിസ്റ്റിക് ആയി ചിന്തിക്കുന്ന ഒരു വ്യക്തിയാണ്. അപ്പോൾ ഇത് അറിഞ്ഞുകൊണ്ട് അദ്ദേഹം പ്രവർത്തിക്കുന്നതാണോ, അതോ ഇതൊരു നിമിത്ത പ്രകാരം അല്ലെങ്കിൽ മുരുക ഭഗവാന്റെ ഒരു കടാക്ഷം കൊണ്ട് നടക്കുന്നതാണ്? അദ്ദേഹത്തിന് തീർച്ചയായും അറിയാൻ പറ്റുന്നുണ്ടാവും. കാരണം അതൊരു സ്പിരിച്വൽ മാനാണ്, പവർഫുൾ ഒരാളാണ്, ഭയങ്കര എനർജി ഉള്ള ഒരാളാണ്. തീർച്ചയായും അദ്ദേഹത്തിന് ഡയറക്ഷൻ കിട്ടുന്നുണ്ടാവും. അതിനനുസരിച്ച് തന്നെയാണ് അദ്ദേഹം ഓരോ സ്റ്റെപ്പും മുന്നോട്ട് പോണത്. ഒപ്പം തമിഴ്നാട്ടിലേക്ക് അദ്ദേഹം ഈ അടുത്ത്, ഞാൻ ചോളന്മാരുടെ കാര്യം പറഞ്ഞു, ഈ അടുത്തും കൂടി അദ്ദേഹം ഗംഗൈകൊണ്ട ചോളപുരത്തിൽ വന്നിട്ടുണ്ടായിരുന്നു. അതായത് രാജേന്ദ്ര ചോളൻ, അദ്ദേഹം ഇന്ത്യ മുഴുവൻ കീഴടക്കി വലിയൊരു സാമ്രാജ്യം വെച്ച്, ഇപ്പുറത്തെ സൈഡിൽ തായ്ലൻഡ്, മാലിദ്വീപ് എല്ലാം കീഴടക്കി. അപ്പൊ അദ്ദേഹം ഗംഗയുടെ തീരം ചെയ്തപ്പോ, അത് കീഴടക്കിയപ്പോ അങ്ങനെ കിട്ടിയ പേരാണ് ഗംഗൈകൊണ്ട ചോളൻ. അങ്ങനെയാണ് അദ്ദേഹം. എന്നിട്ട് ഇവിടെ ഒരു അമ്പലം വെച്ചു തമിഴ്നാട്ടിൽ. എന്നിട്ട് അവിടുന്ന് ഗംഗാ തീർത്ഥം കൊണ്ടുവന്ന് അഭിഷേകം ചെയ്തു. അതേ കാര്യം ഒരു മാസം മുമ്പ് മോദിജി അവിടുത്തെ ഗംഗാജലം കൊണ്ടുവന്ന് അഭിഷേകം. അപ്പൊ പലരും പറയും മോദിജി തമിഴ്നാട്ടിൽ വരുന്നത് രാഷ്ട്രീയമായി തമിഴ്നാട്ടിൽ ഒരു അടിത്തറ ഉണ്ടാകാൻ. പക്ഷെ ഞാൻ മനസ്സിലാക്കണം, അത് മാത്രമല്ല, അദ്ദേഹം ഒരു സ്പിരിച്വൽ പവർ എടുക്കാൻ വേണ്ടിയിട്ടാണ് അദ്ദേഹം തമിഴ്നാട്ടിനെ കണക്ട് ചെയ്ത് എപ്പോഴും വന്നുകൊണ്ടിരിക്കുന്നത്. അത് ശ്രദ്ധിച്ചറിയാം, എപ്പോഴും തമിഴ്നാട്ടിലായിട്ട് അദ്ദേഹം ഒരു ഇത് ഇട്ടുകൊണ്ടിരിക്കുന്നുണ്ട്. തീർച്ചയായിട്ടും അദ്ദേഹം കന്യാകുമാരിയിലെ മെഡിറ്റേഷന് വന്ന സമയത്ത് അപ്പോഴും നമ്മൾ ഇതേ വിഷയം ചർച്ചയായതാണ്. എന്തുകൊണ്ട് കന്യാകുമാരി, എത്രയോ ഇടങ്ങളുണ്ട്. അത് തമിഴ്നാടിനെ കണക്ട് ചെയ്യണത് ആ ഒരു കണക്ഷൻ വെച്ചിട്ടാണ്. അപ്പൊ ഭഗവാന്റെ അനുഗ്രഹം അദ്ദേഹത്തിനും കിട്ടുന്നുണ്ടാവും. ഈ തമിഴ്നാടിനെ കുറിച്ച് സംസാരിക്കുമ്പോൾ വളരെയധികം സ്പിരിച്വൽ ഓറയുള്ള ഒരു ഇടമാണ്. നമ്മുടെ 18 സിദ്ധന്മാരെ എടുക്കുന്നതാണെങ്കിലും എല്ലാം തമിഴ്നാടുമായി ഒരു വലിയ ബന്ധം. എന്തുകൊണ്ടാണ് തമിഴ്നാടിന് അത്രത്തോളം ഒരു സ്പിരിച്വൽ കണക്ഷൻ വരാനുള്ള കാരണം ഉണ്ടായിട്ടുണ്ടാകുക? തമിഴ്നാട് 18 സിദ്ധന്മാരിൽ 16 പേരും തമിഴ്നാട്ടുകാരാ.
ഒന്നോ രണ്ടോ പേരെ പുറത്തുള്ളൂ. അതിലൊരാള് ഗോരഖ്നാഥര. ആ ഗോരഖ്നാഥരുടെ പിൻതലമുറക്കാരാണ് ഇപ്പൊ നമ്മുടെ യു കെ മുഖ്യമന്ത്രിയായ യോഗിജി. അവിടുത്തെ ആ മഠാധിപതിയാണ് ആ ഗോരഖ്നാഥർ പരമ്പരയില. ബാക്കി 16 പേരും തമിഴ്നാട് കണക്ഷൻ ഉള്ളതാണ്. ഈ നാദർ ട്രഡീഷനിലുള്ള ആൾക്കാരാണ് ഇവര്. ഭോഗനാഥർ സിദ്ധർ, കാളിനാഥർ സിദ്ധർ, ഗോരഖ്നാഥർ, ഇവരൊക്കെ കൂടുതൽ ഇരിക്കുന്ന സ്ഥലങ്ങളായതുകൊണ്ടാണ് അമർനാഥ്, ബദ്രീനാഥ് പേരുകൾ വരാൻ പോലും, പശുപതിനാഥൊക്കെ പേരുകൾ വരാൻ പോലും കാരണം. അപ്പൊ അവരുടെ ഒരു എനർജി ഉണ്ട് ഭയങ്കരമായിട്ട്. പിന്നെ മുരുകുവാനും മണ്ണാണ്. തമിഴ് എന്നുള്ളത് ഭഗവാൻ ലോകത്തിൽ കൊടുത്ത ഭാഷയാണ്. ലോകത്തെ ഏറ്റവും പഴയ ഭാഷയാണ്. കുമാരകാണ്ഡത്തില് അദ്ദേഹം രാജാവായിരിക്കുന്നു. ആ രാജാവായിരുന്നിട്ട് 6 പടവീട്ടിൽ നിന്നിട്ടാണ് അദ്ദേഹം രാജ്യം ഭരിക്കുന്നത്. 6 പടവീടാണ്. നമ്മൾ വേറെ എല്ലാത്തിലും അമ്പലങ്ങൾ എന്ന് പറയുമ്പോൾ, എല്ലാ ദൈവങ്ങളുടെ അമ്പലങ്ങൾ എന്ന് പറയുമ്പോൾ മുരുവാനെ 6 പടവീട് എന്ന് പറഞ്ഞാൽ 6 ആർമി ക്യാമ്പാ, 6 പടവീട്, 6 ആർമി ക്യാമ്പാ. അത് കുമാരകാണ്ഡത്തിൽ 6 സ്ഥലത്തായിട്ട് ഉണ്ടായിരുന്നത്. ഈ 6 സ്ഥലത്തുള്ള കൺട്രോൾ വെച്ചിട്ടാണ് അദ്ദേഹം ഭരിച്ചിരുന്നത്. നമ്മളിപ്പോ പദയാത്ര വരണ കാണാം, ആൾക്കാർ കാവടി എടുത്ത് ശൂലം കുത്തിയിട്ട്. ശരിക്കും ഇത് ആക്ച്വലി എന്ന് വെച്ചാൽ ഈ 6 പട വീട്ടിൽ നിന്നും അവരുടെ ദളപതി മുരുകവാനെ കാണാൻ വേണ്ടി പടയാളികൾ, അന്നത്തെ മിലിറ്ററിക്കാർ വന്നിരുന്നതാണ്. പദയാത്ര മാർച്ച് പാസ്റ്റ് ആണ്. ഈ മാർച്ച് പാസ്റ്റ് ആയിട്ട് മിലിറ്ററിക്കാർ വരുമ്പോ എന്താ ചെയ്യുക, അവർ പാട്ട് പാടി തമാശ പറഞ്ഞിട്ടല്ലല്ലോ വരും, അവരുടെ വീരത പ്രദർശിപ്പിക്കും. ആ വീരത പ്രദർശിപ്പിച്ച് വന്ന് അവരുടെ ദളപതിയെ കണ്ട് വണങ്ങി തിരിച്ചവരെ പോവും. അതാണ് ഇന്നത്തെ പദയാത്ര. അതായത് ശൂലം കുത്തി പാട്ട് പാടി. അതുകൊണ്ടാണ് അതിന് ഫസ്റ്റ് മാർച്ച് ഫസ്റ്റ് ആണെങ്കിൽ മുരുകവാന്റെ ഇതാണ്. മുരുകവാൻ എന്നാണ് മാർച്ച്, ഇപ്പൊ മിലിറ്ററിക്കാരുടെ മാർച്ച് ഫസ്റ്റ് ആരംഭിക്കുന്നത് അവിടെ നിന്നാണ്. ഇപ്പൊ നമുക്ക് വേറെ ഏതെങ്കിലും ഒരു അമ്പലത്തിൽ പോയി കഴിഞ്ഞാൽ നമ്മള് ധ്യാനിക്കാം, നിശബ്ദമായിട്ട് ധ്യാനിക്കും, പ്രാർത്ഥിക്കും. മുരുകക്ഷേത്രത്തിൽ പോയാൽ പറ്റുമോ? അവിടെ ഹരഹരോ ഹരഹര എന്ന് പറഞ്ഞിട്ട് ലഹളം മയവും. അതെന്താ വെച്ചാൽ മുരുകൻ ഒരു മാസ് ലീഡറാ. അതിന്റെ മുരുകന്റെ ഓറ അങ്ങനെ ഒരു മാസ് ലീഡറാണ് അദ്ദേഹം. അപ്പൊ അദ്ദേഹത്തിന്റെ അടുത്ത് എത്തുമ്പോ നിശബ്ദതയില്ല, ആവേശമായിരുന്നു. അപ്പൊ ആ അദ്ദേഹത്തിന്റെ 6 പട വീട്ട് ഭരിച്ച ഒരു സ്ഥലത്തിന്റെ പേരാണ് വയ്യാപുരി. അത് ക്യാപിറ്റൽ ഈ കുമരികണ്ഡത്തിൽ. ഈ കുമരികണ്ഡം കടലെടുത്ത് പോയപ്പോൾ അവിടുന്ന് വന്ന ആൾക്കാര് അവരുടെ ഓർമ്മയ്ക്കായിട്ട് 6 സ്ഥലത്ത് തമിഴ്നാട്ടിൽ കൊണ്ടുവച്ചു. 6, അതാണ് ഇപ്പോഴത്തെ കാണുന്ന 6 പട വീട്. പഴനിക്ക് വയ്യാപുരി എന്ന് പേരുണ്ട്. വയ്യാപുരി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വയ്യ എന്ന് പറഞ്ഞാൽ തലസ്ഥലം, പുരി എന്ന് പറഞ്ഞാൽ ലോകത്തിന്റെ തലസ്ഥലം. പഴനിക്ക് അങ്ങനെ പേരുണ്ട്. അത് അവര് കൊണ്ടുവച്ചതാണ്. അപ്പൊ ഇത്രയും സംഭവങ്ങളെല്ലാം പഴനിമലയിൽ ഭഗവാന്റെ ആ ഒരു എനർജി ഇരിക്കുന്ന കാരണമാണ്. ഈ സിദ്ധന്മാരും എല്ലാ സിദ്ധന്മാരും മുരുകവാനെയാണ് ഗുരുവായിട്ട് കാണുന്നത്. അപ്പൊ അതിന്റെ ഒരു എനർജി ഫീൽഡ് ഇരിക്കുന്ന കാരണമാണ് നമ്മൾ പറയുന്ന ഈ തമിഴ്നാടിന്റെ ഓറ അങ്ങനെ ഇരിക്കുന്നത്. ഇപ്പോ ഞാൻ നേരത്തെ നമ്മൾ പറഞ്ഞപ്പോൾ സൂചിപ്പിച്ചു, ആദ്യത്തെ യാത്ര എന്ന് പറയുന്നത് പഴനിയിൽ ബോഗർ ഉണ്ടാക്കിയ 2ാമത്തെ മുരുകന്റെ രൂപം തേടിയിട്ടായിരുന്നു. ഇതിൽ നമ്മൾ പഴനിയിലെ പ്രതിഷ്ഠ എടുത്ത് നോക്കുമ്പോൾ നവപാഷാണങ്ങളാൽ പ്രതിഷ്ഠിക്കപ്പെട്ട മുരുക ഭഗവാനും 9 വിഷങ്ങളാണ്. എന്തുകൊണ്ടായിരിക്കാം അത്തരത്തിലുള്ള ഒരു കൂട്ട് ഒരു വിഗ്രഹം ഉണ്ടാക്കുന്നതിന് തിരഞ്ഞെടുത്തിട്ടുണ്ടാവുക? ഈ കലിയുഗ ആരംഭത്തിൽ അദ്ദേഹം ഒരു നമ്മുടെ അവിടുത്തെ ഒരു ഐതിഹ്യം പ്രകാരം കലിയുഗ ആരംഭത്തിൽ ബോർനാഥത്തിൽ ഒരു കോൺഫറൻസ് വിളിച്ചു കൂട്ടി സിദ്ധന്മാരുടെ. കലിയുഗത്തിൽ എങ്ങനെ മുരുകവാന്റെ അനുഗ്രഹം കിട്ടും, അതിന് കിട്ടിയ ഒരു തീരുമാനമാണ് നവപാഷാണം. അതായത് എല്ലാ ദോഷങ്ങളും അസുഖങ്ങളും ഭേദാക്കുന്ന ഒരു വിഗ്രഹം പഴനിമല തെരഞ്ഞെടുത്ത് അവിടെ പ്രതിഷ്ഠിക്കാന്ന് വെച്ച്. അപ്പൊ അദ്ദേഹം ഒരുപാട് ഔഷധക്കൂട്ടുകളുണ്ട്. അതിൽ ചൈനീസ് കെമിക്കലും ഉണ്ട്, ചൈനീസ് കൊണ്ടുവന്നു. ഇതെല്ലാം കൂടി ചേർന്നിട്ടാണ് അദ്ദേഹം അത് വെച്ചിട്ടുള്ളത്. അപ്പൊ അതിലിരുന്നിട്ട് ആ ഒരു പവർ ഭയങ്കര പവർഫുള്ളായ ഒരു സംഭവമായിട്ട് അതിനുശേഷമാണ് അദ്ദേഹം അത് തിരിച്ചത്. കാരണം അതിന് അഭിഷേകം ചെയ്ത വെള്ളം കുടിച്ച അസുഖം മാറും, അവിടെ പോയി പ്രാർത്ഥിച്ച അസുഖം മാറാം. ആ ഒരു ബേസിലാണ് അദ്ദേഹം അത് ഉണ്ടാക്കിയത്. 2ാമത്തെ വിഗ്രഹം അദ്ദേഹം ഉണ്ടാക്കി വെച്ചിട്ടുള്ളത് ഡാർക്ക് മാറ്റർ. അത് ഇങ്ങനത്തെ നമ്മുടെ ലോകത്തിന്റെ എനർജി ഈ പറഞ്ഞ ഡാർക്ക് മാറ്റർ ആവും. ശാസ്ത്രം കണ്ടുപിടിക്കാൻ പോകണുള്ളൂ, പക്ഷെ കണ്ടുപിടിക്കപ്പെടും. അത് കണ്ടുപിടിക്കുമ്പോൾ അത് ആ അതായത് പുതിയ യുഗത്തിന്റെ എനർജി അതായിട്ട് മാറും. അതും കൂടി കണ്ടിട്ടാണ് അദ്ദേഹം പഴനിമല അങ്ങനെ ചെയ്തിട്ടുള്ളത്.